ഞാൻ വീണ്ടും ഒന്ന് അച്ഛനിലേക്ക് തന്നെ പോവാം. കാരണം അച്ഛൻ്റെ എന്താ പറയുക, അച്ഛനെക്കുറിച്ച് അധികം സംസാരിക്കാൻ പറ്റില്ല. അച്ഛൻ്റെ ഓർമ്മകൾ ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ആ ഒരു വിഷയിൽ അമ്മ പറഞ്ഞു തന്നതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ്റെ ഓർമ്മകളില്ലെങ്കിലും അച്ഛൻ തന്നിട്ട് പോയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അച്ഛനെ നമുക്ക് സ്മരിക്കാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അച്ഛൻ ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ട് പോയ ഒരാളല്ല. അച്ഛൻ്റെ പൂർവികമായിട്ടുള്ള സ്വത്തുകളൊന്നുമില്ല. അത് ആദ്യമേ എൻ്റെ കഥ പറയുമ്പോൾ ഉണ്ടല്ലോ, കൊച്ചിയിലെ ഒരു പുറമ്പോക്ക് സ്ഥലത്ത് ഒരു കുടിൽ, എന്താ പറയുക, ആ പരിസരത്തെ എല്ലാ സെപ്റ്റി ടാങ്കുകളും വന്നു ചേരുന്ന ഒരു കുളവും ഒക്കെ ഉള്ള അതിൻ്റെ അടുത്ത് അത്രയും മാലിന്യമായ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന ഒരു വളരെ ദരിദ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ഓർമ്മകളിൽ, അല്ലെങ്കിൽ അമ്മ പറഞ്ഞ കഥകളിൽ എൻ്റെ വിഷയിലുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് അച്ഛൻ ജീവിച്ചൊരു വലിയൊരു എപ്പിസോഡ് അത് വേറെയാണ്. അത് പറയണമെങ്കിൽ കുറേ കഥകളുണ്ട്. അപ്പോൾ അച്ഛൻ്റെ സമ്പാദ്യം, അല്ലെങ്കിൽ അച്ഛൻ തന്നിട്ട് പോയ പോസിറ്റീവ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കല തന്നെയാണ്. ഞങ്ങൾ 4 പേരും കലാകാരന്മാരാണ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായി തന്നെ കരുതുന്നു. കാരണം അച്ഛൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞല്ലോ, അച്ഛന് കോമരമായിരുന്നു. അതായത് മുല്ലക്കൽ എന്ന് പറയുന്ന വനദുർഗ ക്ഷേത്രം, കൊച്ചി വനദുർഗ ക്ഷേത്രം, മുല്ലക്കൽ ക്ഷേത്രത്തിൽ ഈ അമ്മൻകുട മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ സ്വർണ്ണപ്പണിക്കാരുടെ അവിടെ 2 സമുദായക്കാർ കൂടിയിട്ടാണ് ആ ക്ഷേത്രം. അതായത് ഈ വർഷത്തിൽ മേടമാസത്തിൽ, അതായത് ഏപ്രിൽ മാസത്തിൽ ഒരു 10 ദിവസം ഈ തട്ടാന്മാരുടെ, സ്വർണ്ണപ്പണിക്കാരുടെ സമുദായത്തിന് അവിടെ ഉത്സവം നടത്താനായിട്ട് വിട്ടുകൊടുക്കും. അതുവരെ ബാക്കി എല്ലാ സമയങ്ങളിലും കൊങ്ങിണി സമുദായക്കാരാണ് ആ ക്ഷേത്രത്തിലെ മറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഭഗവതിയുടെ ഒരു ഇഷ്ടം ആണ് ഈ അമ്മൻകുടം മഹോത്സവം അവിടെ നടക്കുന്നത്. സത്യത്തിൽ അച്ഛൻ കൊച്ചിക്കാരനല്ല. അച്ഛൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ അച്ഛൻ ചേർത്തലക്കാരനാണ്. അപ്പൂപ്പൻ ചേർത്തലക്കാരനാണ്. പാളയത്ത് കൃഷ്ണനാചാരി എന്നാണ് അപ്പൂപ്പൻ്റെ പേര്. അപ്പൂപ്പന് അത്യാവശ്യം ഈ പേര് പോലെ തന്നെ ഒരു 2-3 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ആണ് അച്ഛൻ. അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ രീതികളുമായിട്ടൊന്നും അച്ഛനത്ര ചേരാത്തതും, പിന്നെ വേണ്ടത്ര ശ്രദ്ധയൊന്നും അപ്പൂപ്പനില്ലാത്തതൊക്കെ കൊണ്ട് അച്ഛൻ അമ്മയുടെ കൂടെയായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ കൂടെ കൊച്ചിയിലായിരുന്നു. അപ്പോൾ അച്ഛനൊരു സഹോദരിയാണുള്ളത്. അവരുടെ ആദ്യത്തെ കുടിയിൽ അരൂരത്ത പൊന്നമ്മ അരൂരിലാണ്. അപ്പോൾ അരൂരത്ത എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അത്തയാണ് അച്ഛൻ്റെ പെങ്ങൾ, ഞങ്ങൾക്ക് അത്തയാണ്. അപ്പോൾ അരൂരിലാണ് കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ചെറുപ്പത്തിൽ ഈ കൊച്ചിയിലേക്ക് വന്നു. അപ്പം ഞങ്ങളെങ്ങനെയാണോ തൃപ്പൂണിത്തുറയ്ക്ക് വന്നത് അതേപോലെ തന്നെ അമ്മുമ്മയുടെ കൂടെ കൊച്ചിയിലേക്ക് വന്നതാണ് അച്ഛൻ്റെ ഒരു ജീവിതം. പിന്നെ അച്ഛൻ അവിടുത്തെ സ്വർണ്ണപ്പണിയും ഈ പറഞ്ഞ മറ്റ് എന്നെപ്പോലെ തന്നെ പല മേഖലകളിലും പണിയെടുക്കുകയും പല ജാതിയിലുള്ളവരുമായിട്ടുള്ള സൗഹൃദമൊക്കെ ആയിട്ട് അച്ഛനും ജനകീയനായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ കേട്ട കഥയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അമ്മൻകുടത്തിൽ ഈ കരകം എന്ന് പറയുന്നത് ഒരു കുടത്തിൽ വെള്ളം നിറച്ചിട്ട് വെള്ളത്തിൽ വേപ്പില കെട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പൂച്ചെണ്ട് കുത്തി, ഇതാണ് കരകം. ഈ കരകം തലയിൽ വെച്ച് നാദസ്വര മേളത്തിൽ പമ്പ മേളത്തിന് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുക. അതിന് കുമ്മി എന്ന് പറയുന്ന ഒരു താളമുണ്ട്. ആ താളത്തിൽ 4-5 ചോടുകളുണ്ട്. ആ ചോടുകൾ വെച്ച് നൃത്തം ചെയ്യുന്ന ഒരു ഇതിനാണ് കരകാട്ടം എന്ന് പറയുക. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു വലിയൊരു നടനുണ്ട് എന്നുള്ളത് പിന്നീടുള്ള കാലത്ത് ഞാനത് എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് ഈ
കരകം തലയിൽ വിട്ട് അത് ബാലൻസ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ദേവിയാണ് എന്നുള്ള, അല്ലെങ്കിൽ നമ്മളിലൊരു ദൈവികത ഉണ്ട് എന്ന് പറയുന്ന ഒരു ഫീല് നമ്മളെ കാണുന്നവർക്ക് കൊടുക്കണം. പിന്നെ ഈ ആഴി പറഞ്ഞല്ലോ, തീക്കുണ്ടം, അതിൽ കൂടി പോകുമ്പോൾ നമ്മൾ അയ്യോ പത്തോ എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ പോകുന്നത് നമ്മളല്ല, ഭഗവതിയാണ് എന്നുള്ളൊരു, അത് അത്രയും അർപ്പണമുള്ള കോമരങ്ങൾ ആ രീതിയിൽ തന്നെ അവരുടെ ആ പുകച്ചിലും വേദനയും അല്ലെങ്കിൽ ആ പേടിയൊക്കെ മാറ്റി വെച്ച് ചിരിച്ചുകൊണ്ട് തമിഴിൽ എന്തെങ്കിലും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ വീശി കൈയൊക്കെ നീട്ടി ഭഗവതിയാണ് എന്നുള്ള രീതിയിൽ ഇറങ്ങിപ്പോവും. അപ്പോൾ അത് എന്താ പറയുക, അഭിനയമാണെന്നല്ല ഞാൻ പറയുന്നത്, നടനുമായി ഒരുപാട് ബന്ധപ്പെട്ട ഒരു കലയാണ് ഈ കരകാട്ടം. അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നും അത് വിശ്വാസമായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ ഞാനാണ് ഇതിന് ഇങ്ങനത്തെ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയ കണ്ടെത്തലുകളാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഒരു നടന് വേണ്ട എല്ലാ ഗുണങ്ങളും ഈ ഒരു കോമരത്തിനും വേണം എന്നുള്ളത് എൻ്റെ താരതമ്യപ്പെടുത്തലാണ്. പിന്നെ ഉടുക്കുപാട്ട് പാടുമായിരുന്നു, അച്ഛൻ ഉടുക്കുപാട്ട് പാടുമായിരുന്നു. അത് എൻ്റെ മൂത്ത ചേട്ടനും പാട്ട് എഴുതുകയും കഥ എഴുതുകയും അതേപോലെ തന്നെ ഈ കരകൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയാണ് ഈ കല, ഞങ്ങളുടെ ആദ്യത്തെ കല എന്ന് പറയുന്നത് കരകാട്ടമാണ്, അച്ഛൻ സമ്മാനിച്ചിട്ടുള്ള കരകാട്ടമാണ്. അപ്പോൾ ഈ കൊച്ചിയിലെ വീട്ടിൽ അച്ഛൻ എനിക്ക് ഒരു ചെറിയ മൊന്ത വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞു മൊന്ത. അത് തൃപ്പൂണിത്തുറയിൽ വന്നിട്ടും കുറേ നാളുണ്ടായിരുന്നു. ആ മൊന്ത തലയിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൈ പിടിച്ച് അമ്മങ്കുടം കാണിക്കുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഈ വീടിന് ചുറ്റും ഇങ്ങനെ അന്നത്തെ കാലത്ത്, കാരണം ഇപ്പോൾ ഞാൻ ആലോചിച്ചെടുക്കുന്ന ഒരു എന്താ പറയുക, അതിന് ഇപ്പോഴത്തെ, അതായത് അന്ന് എനിക്ക് അത് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ വലുതായി കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുന്നതാണ് അത് കാണിക്കാൻ കാരണം എന്തായിരുന്നു. കാണിച്ചെന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞ് മണികണ്ഠൻ എൻ്റെ കളികളിൽ ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അത് ഈങ്കിലും ചിന്താവ എന്ന് പറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, അങ്ങനത്തെ ഒരു കളി വരാൻ കാരണം 4 വയസ്സ് 5 വയസ്സിന് താഴെ 3 വയസ്സ്, ഏകദേശം 3 വയസ്സ് 4 വയസ്സ് ഈ ഇതിൻ്റെ ഇടയിലാണ് അച്ഛൻ മരണപ്പെട്ടിട്ടുള്ളത്. ആ സമയത്താണ് കൊച്ചിയിൽ ജീവിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അന്നത്തെ കാലത്ത് ഉറപ്പായിട്ടും ഈ കുഞ്ഞ് മണികണ്ഠൻ ഒരുപാട് സമരങ്ങൾ കേട്ടും കണ്ടും പോയിട്ടുണ്ടാവണം, കൊച്ചിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ കളികളിൽ അത് വന്നത്. മഴയും വെയിലും ഉള്ളൊരു ദിവസമാണ് അന്ന്. അതായത് ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് വെയിലിങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഈ ഇടയ്ക്ക് വെയിൽ വരുമ്പോൾ അമ്മ അലക്കാനായിട്ട് പോകും. അത് ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കുളം ഉണ്ടല്ലോ, കുളത്തിനോടടുത്തുള്ളൊരു കല്ലിലാണ്. അതിനിടയ്ക്ക് അവിടെ ഒരു മുതലാളിയുടെ വീടുണ്ട്, മുതലാളി എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ കൊങ്ങിണി സമുദായത്തിൽപ്പെട്ട ആളുകളെ മുതലാളി എന്ന് വിളിക്കുന്നൊരു പരിപാടി കൊച്ചിയിലുണ്ട്. അത് ഏതിലാണ്, പണക്കാരൻ എന്നുള്ള രീതിയിൽ മുതലാളിയാണോ അല്ലെങ്കിൽ അവരുടെ സമുദായത്തിൻ്റെ ഇതിൽ എന്തെങ്കിലും മുതലാളി വരുന്നുണ്ടോ എന്ന് എനിക്കതിൻ്റെ വ്യക്തതയില്ല. പക്ഷേ മുതലാളിയുടെ വീട്ടുപണിക്ക് അമ്മ പോകുമായിരുന്നു. അവിടെ ഒരു കുട്ടിയുണ്ട്, എൻ്റെ പ്രായത്തിൽ തന്നെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിയെ നോക്കാനും പിന്നെ അവിടുത്തെ കുറച്ച് പാത്രം കഴുകൽ, തുടക്കൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് ഭക്ഷണം, ഇഡ്ഡലി അതൊക്കെ തരും. പിന്നെ അമ്മയ്ക്ക് ചെറിയ പൈസ കിട്ടും. അപ്പോൾ ഈ അലക്കാൻ അമ്മ അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ അകത്ത് ഞങ്ങൾ കളിക്കുന്നുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ എനിക്ക് പ്രോപ്പറല്ല ആ ഓർമ്മകളൊന്നും. അപ്പോൾ അമ്മ ഈ മുതലാളിയുടെ വീട്ടിലോ ഇവിടെയോ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഇല്ല. ഞാൻ അവിടുന്ന് പതുക്കെ നടന്ന്, അവിടെ ഞങ്ങളുടെ തന്നെ സ്വന്തക്കാർ ഒരു നടേശാണനുണ്ട്. നടേശാണൻ്റെ അന്ന് എന്താ പറയുക, ഈ 2 നിലയൊക്കെ വന്നു തുടങ്ങുന്നൊരു പരിപാടിയാണെന്ന് തോന്നുന്നു, സമയമാണെന്ന് തോന്നുന്നു.
ഒരു മോളിലാണ്. അപ്പം ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവരുടെ കൂടെ തന്നെ മുകളിൽ കയറി അവിടെ ടി വി കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈ അമ്മ എന്നെ ഇവിടെ അന്വേഷിച്ച് നടന്ന് കരച്ചിലും ബഹളമൊക്കെ ആയി. ഞാനിതൊന്നും അറിയുന്നില്ല. അമ്മ ഈ ലാസ്റ്റ് ഈ കുളത്തിൽ ഞാൻ പോയിട്ടുണ്ടോ എന്നുള്ള ചിന്തയിൽ ആ കുളത്തിൽ അമ്മ ഇറങ്ങി എന്നെ തപ്പി കരഞ്ഞ് തോറ്റ്, അതായത് അതിൽ ഞാൻ പോയി, ഞാൻ മരിച്ചു എന്ന് അമ്മ ഉറപ്പിച്ച് ആ കരയിൽ ഈ എന്താ പറയുക, ആ വെള്ളത്തെക്കുറിച്ച് അവിടെ വരുന്ന ആ കുളം എങ്ങനത്തെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നെ ഈ വിവരം നാട്ടുകാരറിഞ്ഞു. അവിടെ നിന്ന് ഇങ്ങനെ അന്വേഷിച്ച് അവിടെ ആൾ വന്നു. എന്നെ അവിടെ നിന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ കാണുന്നത് ഇതാണ്. അങ്ങനെ ഒരു സങ്കടകരമായ ഒരു ഓർമ്മയുണ്ട്. ആ കുഞ്ഞുനാളിലെ അമ്മയെ ഞാൻ അറിയാതെ വേദനിപ്പിച്ച ഒരു സംഭവം, അല്ലെങ്കിൽ അറിയാതെ അമ്മയെ അഴുക്കിലേക്ക് തള്ളിവിട്ടൊരു സംഭവം. അതിലെനിക്ക് വേറെ പങ്കൊന്നുമില്ല, എൻ്റെ അറിഞ്ഞുകൊണ്ടല്ല. അത് കഴിഞ്ഞ് ബുദ്ധി വെച്ചപ്പോഴും ആ ചെറുപ്പം ആവർത്തിച്ചു എന്നുള്ളതാണ് ഒരു വലിയ കുറ്റബോധം. അതിനേക്കാൾ മോശമായ മാലിന്യങ്ങളിലൂടെ അമ്മയ്ക്ക് എന്നെ കാണേണ്ട വന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, കൊച്ചിയുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിലെ ചിത്രം, മായാത്ത ചിത്രം, അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ ചിത്രം എന്ന് പറയുന്നത് ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ചോരുന്ന ഒരു ഓലപ്പരയിൽ ഈ മരണം നടന്ന വീട്ടിൽ അമ്മ ഈ 4 മക്കളെയും ഇങ്ങനെ വാരിപ്പൊത്തി മൂലയ്ക്കിരിക്കുന്ന ഒരു ചിത്രം, അവിടേക്ക് കാറിന് വരുന്ന അമ്മൂമ്മയുടെ ചിത്രം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വില കൂടിയ ചിത്രം, അല്ലെങ്കിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചിത്രം. നമുക്ക് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് പതുക്കെ വീണ്ടും ചെന്നൈയിലേക്ക് തന്നെ വരാം. എൻ്റെ ഇടയിൽ തൃപ്പൂണിത്തുറയിൽ വീണ്ടും വരാം. ലൈഫ് ഇങ്ങനെയാണ്, ചെതറിക്കിടക്കുക. അതിങ്ങനെ ഓർഡറിൽ പറയാൻ പറ്റില്ല. അവിടെ കുറച്ച്, ഇവിടെ കുറച്ച്, ഒരു ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങൾ, ഒരു കൃത്യമായൊരു പേഴ്സണാലിറ്റി. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇന്ന ആളുടെ മോൻ, ഞാൻ ഇന്നതൊക്കെ ചെയ്യൂ, ഞാൻ ഇന്നതടുത്തേ കിടക്കുള്ളൂ, അങ്ങനെയൊന്നും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു ജന്മം, ഒരു ജീവിതം. അപ്പോൾ അതിങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെന്നൈയിൽ നമ്മൾ നിർത്തിയത് 4 പേരെ ആക്ടിങ് പഠിപ്പിക്കുന്ന പാർക്കിൽ വെച്ചിട്ടാണ് നമ്മൾ നിർത്തണം. അപ്പോൾ അവരെ ആക്ടിങ് പഠിപ്പിക്കാനായിട്ട് അങ്ങനെ ആക്ടിങ് പഠിപ്പിച്ചു. അവരുടെ ചിലവിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നുണ പറയുമ്പോഴൊക്കെ ഈ കുറ്റബോധം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എന്നെ വേട്ടയാടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ചെയ്യുന്നത് തെറ്റാണല്ലോ, അവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ പഠിക്കുകയും ഇവിടെ നാട്ടിലുള്ള എൻ്റെ ഷാബു ചേട്ടനെ അവരവരെയൊക്കെ വിളിച്ചിട്ട് ഓരോ ആക്ടിങ് ട്രെയിനിങ് അല്ലെങ്കിൽ ഡ്രാമ സ്കൂളിൽ പഠിച്ച ആരെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിട്ട് ഇന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ പിടിച്ച് നിൽക്കണമല്ലോ. അപ്പം അങ്ങനെ ഇവരുടെ നാണം മാറ്റാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ ചെയ്യുക. ഈ പറഞ്ഞ വിത്തൗട്ട് പെർഫോമൻസ് വരെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് നടന് നാണം ഉണ്ടാവരുത്, മാനം ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ട സിലബസ്, കുറേ പൊട്ട സിലബസൊക്കെ ഈ പൊട്ടത്തരം ചെയ്താണ് എന്തെങ്കിലും ഒരു റൈറ്റായിട്ടുള്ളൊരു സിലബസിലേക്ക് ഞാൻ സ്വയം വന്നത്. അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു പഠന പദ്ധതി എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ കാരണം ഒരുപാട് സ്വയംകൃതി സിലബസുകൾ സ്വയം ഉണ്ടാക്കിയ ആ 4 കോഴിക്കുഞ്ഞുങ്ങൾ, അവരെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഇഞ്ചക്ഷനും വെച്ച് പരീക്ഷിച്ച് ഞാൻ ഒരു നല്ല ട്രെയിനറായി എന്നുള്ളതാണ്. ഇപ്പം ഞാൻ അത്യാവശ്യം എനിക്ക് എന്താ പറയുക, ഒരാളെ
ആക്ടിങ് ട്രെയിനിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ. ഒരിക്കലും ആക്ടിങ് പഠിപ്പിക്കാൻ കഴിയില്ല. അവരുടെ കയ്യിലുള്ളതിനെ മിനുക്കി അല്ലെങ്കിൽ ഇന്നൊക്കെയാണ് നമ്മളുടെ ഒരു പദ്ധതി, ഒരു അഭിനയത്തിനൊരു പദ്ധതി ഉണ്ടെന്നും അല്ലെങ്കിൽ അതിൽ ഇന്ന ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെന്നും എന്നൊക്കെയുള്ള കുറേ തിയറികൾ, അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ബോധവാനായി. അപ്പം അങ്ങനെ ഈ ആ 4 പേരെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതിൽ കാർത്തി എന്ന് പറയുന്നൊരു പയ്യനുണ്ട്. കാർത്തി എന്നെ ഇപ്പോഴും വിളിക്കും. കാർത്തിയെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേണ്ടിയിട്ട് എനിക്ക് സിനിമയിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനോ പറ്റിയിട്ടില്ല. അവരെ ഒരു കാര്യത്തിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്. അവർ സിനിമാ നടന്മാരും സീരിയൽ നടന്മാരും ഒന്നും ആയിട്ടില്ലെങ്കിലും അവർ എൻ്റെ അടുത്ത് വന്നതിനേക്കാൾ അവരുടെ കുറേ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ഇന്നത് പറ്റില്ല, ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ നോക്കാൻ പറ്റില്ല, ഇങ്ങനെ നടക്കാൻ പറ്റില്ല, ഈ ജീവിതത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് തളർന്നു പോവുക. അതിൽ നിന്നൊക്കെ അവർ പൊട്ടി അവർ വേറെ മനുഷ്യരായി എന്നുള്ളത് അവിടെ ഞാൻ വിജയിച്ചു. അവിടെ എൻ്റെ ഈ കുറ്റബോധം മാറി. കാരണം അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. എടുത്ത പണി പൊട്ടത്തരമായിരുന്നു. പക്ഷേ ആ പൊട്ടത്തരത്തിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ച് ഞാനത് സിലബസുകൾ മാറ്റി കൃത്യമായ റൂട്ടിലേക്ക് കൊണ്ടുവന്ന് അവർ വാ തുറന്ന് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർ പോലും ഭയങ്കര സ്മാർട്ടാകാൻ, അവരെ മാറ്റാൻ എൻ്റെ ഈ ട്രെയിനിങ് കാലം അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പീരീഡിന് സാധിച്ചു എന്നുള്ളത് പിന്നീട് അവർ തന്നെ പറയുന്നുണ്ട്. അവർ തന്നെ എന്നോട് പറഞ്ഞു, മാസ്റ്റർ എന്നാണ് അവിടെ വിളിക്കുക. അപ്പോൾ മാസ്റ്റർ எங்களுக்கு லைஃப்பில் சேஞ்ச் இருக்குது மாஸ்டர். நாங்கள் சினிமாவில் வருவோம், வரல, இல்லை எதுவும் பெருசாக எதுவும் சம்பாதிக்கலை, அதெல்லாம் ஓகேண்ணா, அதிலெல்லாம் கவலை இல்லை, அதெல்லாம் இன்னும் வரலாமே. ஆனால் உங்ககிட்ட வர்றதுக்கு முன்னாடி எப்படி இருந்தோம், இப்போ உங்ககிட்ட வந்ததுக்கு அப்புறம் எப்படி இருக்கோம், அந்த டிஃப்ரென்ஸ் எங்களுக்கு தெரியும்ல, அது சூப்பராக இருக்குது மாஸ்டர். அது நல்லா ஒர்க் அவுட் ஆகிருக்கு, உங்களுடைய പാറ്റേൺസ് வந்து എങ്ങൾക്ക് വർക്കൗട്ട് ആയിருக்கு എന്ന് അവർ പറഞ്ഞപ്പോൾ സന്തോഷമായി. ദൈവമേ, ഒരു കരക്കെടുത്തു. അങ്ങനെ അവരുടെ ദക്ഷിണക്കാശും ഈ പറഞ്ഞ ആറാം തമ്പുരാൻ സിനിമയിൽ പറയുന്ന പോലെ ഈ ചക്കയും മാങ്ങയും അതൊക്കെ വെച്ച് അവിടെ ഓടി. ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒറ്റ റൂമിലാണ് താമസിക്കുന്നത്. ഒരു സൈക്കിളുണ്ട്. ഈ കള്ളുകുടിയുടെ ശല്യപ്പെടുത്തൽ നിരന്തരമായിട്ടുണ്ട്. ശല്യപ്പെടുത്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എൻജോയ് ചെയ്താണ് നടന്നത്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാനൊരു റൂട്ടിൽ കൃത്യമായിട്ട് പോകുമ്പോൾ അവിടെ ഒരു നാടകത്തിൽ അല്ലെങ്കിൽ സിനിമയിലൊക്കെ ഒരു പ്രത്യേക ക്യാരക്ടർ വന്നിട്ട് അതിനെ റൂട്ട് തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകില്ലേ, അതിനെന്തോ പറയുമല്ലോ, ജോക്കർ എന്നോ അല്ലെങ്കിൽ ഈ എന്താ പറയുക, നരേറ്റ് ചെയ്യുന്ന ഒരാൾ, കഥ പറയുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ലേ, എൻ്റെ കൃത്യം വേർഡ് എനിക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഈ മദ്യപാനത്തെ, ഞാൻ തന്നെ മദ്യപിച്ച് ലക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ വേറൊരു ക്യാരക്ടറായിട്ട് എൻ്റെ ജീവിതത്തെ തന്നെ ഞാൻ തിരിച്ചു വിടുക. ഒരു ലൈനിൽ കൃത്യമായിട്ട് പോകുമ്പോൾ അവിടെ വന്നിട്ട് 2 എണ്ണം അടിക്കും. പിന്നെ ആ അടി അങ്ങോട്ട് തുടർന്നിട്ട് പിന്നെ അവിടെ ഒരു വിഷയം ഉണ്ടാക്കി അവിടെ നിന്ന് കെട്ടുകെട്ടേണ്ട ഒരു അവസ്ഥ വരുത്തുക. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലത്തേക്ക് ഇയാൾ മാറിയിരിക്കും. ഇയാളെന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അതായത് കുടിക്കുന്നത് ഞാനും കുടിക്കാത്ത ഞാനും, ഇത് 2 കഥാപാത്രമാണ്. ഞാനൊരു അസോസിയേറ്റ് ലെനിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ റൂമിൻ്റെ ഇത് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു ചെറിയ റൂമാണ്. അതായത് ഞാൻ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ തലയും എൻ്റെ കാലും ഈ ഭിത്തികളിൽ മുട്ടും. അത്ര ഒരു കറക്റ്റ് 5 അടി 2 ഇഞ്ച് നീളമേ ഉള്ളൂ. വീതി ഒരിത്തിരി ഇങ്ങനെ ഇത്രയും വീതി ഉണ്ടാവും. 5 അടി 2 ഇഞ്ച് 3 ഇഞ്ച് നീളം ഉണ്ടാവും. അതായത് എൻ്റെ നീളം, എന്നെക്കാളും പൊടിക്കും കൂടി ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ റൂമിൽ രാത്രി ഒരുമിക്കപ്പോഴും പോയി കിടക്കുന്നത് മദ്യപിച്ചിട്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ അസോസിയേറ്റ് ലെനിൻ അദ്ദേഹത്തിൻ്റെ റൂം അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയി ഇരിക്കലും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ അന്വേഷണമാണ്. പിന്നെ തമിഴ്നാട്ടിൽ ഭക്ഷണത്തിന് അങ്ങനെ ബുദ്ധിമുട്ടില്ല.
അതായത് നമ്മൾ ഈ പറഞ്ഞ ക്യാരക്ടർ പിടിച്ചൊക്കെ ജീവിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതായത് മറ്റുള്ളവരടുത്ത് പോയി ക്യൂ നിൽക്കില്ല, ആരുടെയും അന്നദാനം കഴിക്കില്ല, അല്ലെങ്കിൽ അമ്മ ഉണവെടുത്തിട്ടം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സർക്കാരിൻ്റെ ആനുകൂല്യമൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ തീരുമാനിച്ചാൽ കഠിനമായ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും. അങ്ങനത്തെ വലിയ പവറീസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു പവറും ഉണ്ടായില്ല. ഭക്ഷണം കിട്ടിയാൽ മതി. പടപളനി മുരുകൻ്റെ അമ്പലത്തിൽ രാവിലെ പോവും. രാവിലെ പോയി അവിടെ ഫ്രണ്ടിൽ അവിടെ ഇരുന്ന് ഈ പറഞ്ഞ പോലെ ഭജനയും പരിപാടിയും പാട്ടുകളൊക്കെ കേൾക്കും. കുറേ നേരം ചുറ്റിക്കറങ്ങും. ഈ ആളുകളെ ഒബ്സർവ് ചെയ്യും. പല പല ആളുകൾ വരും. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ കുറേ പല ഡിഫറൻ്റായിട്ടുള്ള പിച്ചക്കാരെ കാണും. പിച്ചക്കാരല്ലാതെ ഈ പറഞ്ഞ പോലെ ആക്ടിങ്ങും ഡയറക്ഷനും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുന്ന സിനിമ പിച്ചക്കാർ, സിനിമാമോഹികളായിട്ടുള്ള എന്നെപ്പോലുള്ള കുറേ ആളുകൾ, അങ്ങനെ കുറേ വിഭാഗങ്ങൾ. ഓരോ ചായക്കടയുടെ മുമ്പിൽ ഓരോരോ ക്യാരക്ടേഴ്സാണ്, കംപ്ലീറ്റ് കഥാപാത്രങ്ങളാണ്. അപ്പോൾ അങ്ങനെ രസമാണ്. തമിഴ്നാട്ടിലെ ജീവിതം ഭയങ്കര രസമായിരുന്നു. ദിവസങ്ങൾ പോകുന്ന അറിയില്ലായിരുന്നു. ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഭക്ഷണം ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ അവിടെ ഭയങ്കര പണക്കാരായിട്ടുള്ള ആളുകൾ കാറിൽ വരികയും, കാറുകൾ വന്ന് നിൽക്കുമ്പോൾ തന്നെ ആ കാറിന് ചുറ്റും ആളുകൾ കൂടും. അപ്പോൾ അവർ ഇങ്ങനെ ഓരോ പൊതികൾ കൊടുക്കും. ചിലപ്പോൾ പൈസ ഉണ്ടാവും, 50 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ, അങ്ങനെ പൈസയും പൊതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് 1-2 ദിവസമൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഭിമാനം പ്രശ്നം അങ്ങനെയൊന്നും ഇല്ലെങ്കിലും തീരെ അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്തോ ഒരു ഈ പറഞ്ഞ നമ്മൾ അങ്ങനെ അത്രയും മോശമായോ, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടല്ലോ പണിക്ക് പോകാമല്ലോ എന്നൊക്കെ പറയുന്നൊരു സാധനം കിടക്കുന്നത് കൊണ്ട് ഇതിലേക്ക് പോകാനുള്ളൊരു ചെറിയ മടിയൊക്കെ ഉണ്ടെങ്കിലും ആ മടിയൊന്നും അധികം ദിവസം ഉണ്ടായില്ല. ഇതൊരു നല്ല പരിപാടിയായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ആ ചോറും പൊതിയൊക്കെ വാങ്ങിക്കഴിച്ച എക്സ്പീരിയൻസുകളുണ്ട്. വിജയകുമാർ വന്നപ്പോൾ ഈ പുള്ളി ദോശ ചൂടാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ ദോശ ചുട്ടപ്പോൾ വിജയകുമാർ വന്ന് വെയിറ്റ് ചെയ്യാണ്. വിജയണ്ണൻ വന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ദോശ ചുട്ടിട്ട് ശരിയാവുള്ളൂ. അപ്പോൾ ഈ പുള്ളി എന്നെ നല്ലൊരു തെറി പറഞ്ഞപ്പോൾ ഉടക്കായി. അയാൾ എന്നെ ഇറങ്ങടാ അങ്ങനെ നല്ല തമിഴിൽ നല്ല തെറിയൊക്കെ പറഞ്ഞ് എൻ്റെ മേത്ത് പിടിച്ച് തള്ളി. ആ സമയത്ത് ഞാൻ എൻ്റെ കമ്മട്ടിപ്പാടം പുറത്ത് വന്നു. കമ്മട്ടിപ്പാടം അന്ന് അഭിനയിച്ചിട്ടില്ല, പക്ഷേ ഒറിജിനൽ കമ്മട്ടിപ്പാടം നമ്മുടെ ഉള്ളിലുണ്ട്.